നമസ്കാരം. സൈലേഷ് കൊലാനു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സൈന്ധവ് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന തെലുഗു ചിത്രം. ഹിറ്റ് ദ ഫസ്റ്റ് കേസ് ആൻഡ് ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്നിവയ്ക്ക് ശേഷം വരുന്ന സംവിധായകൻ്റെ ചിത്രം കൂടെയാണിത്. മലയാളം ഡബ്ബിംഗ് കൂടെ പ്രൈമിൽ ലഭ്യമാണ്. ഞാൻ മലയാളമാണ് കണ്ടതും കുഴപ്പമില്ല, അത്രയേ തോന്നിയുള്ളൂ. സിനിമയല്ല, ഡബ്ബിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. വെങ്കിടേഷ്, നവാസുദ്ദീൻ സിദ്ദിഖി, ശ്രദ്ധ ശ്രീനാഥ്, ആര്യ, ആൻഡ്രിയ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. വെടിയുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്, ആൾക്കാരെ കുത്തിക്കൊല്ലുന്നുണ്ട്. മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു അച്ഛൻ കഥാപാത്രമുണ്ട്, ട്വിസ്റ്റുണ്ട്, പാട്ടുണ്ട്. അങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമയിൽ ഇതൊക്കെ ആയാലേ ശരിയാവുകയുള്ളൂ എന്ന നിർബന്ധം കൊണ്ട് ചേർക്കാൻ പറ്റുന്നതൊക്കെ അവിടെയും ഇവിടെയുമായി ചേർത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഒരു മെനയാവണില്ലല്ലോ സജി എന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ചന്ദ്രപ്രസ്ഥ എന്ന സാങ്കല്പിക സ്ഥലത്താണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. തൻ്റെ മകൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന നായക കഥാപാത്രം. ശ്രദ്ധ ശ്രീനാഥിൻ്റെ കഥാപാത്രത്തെയൊക്കെ നമ്മൾ അപ്പോഴാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതേസമയം മറ്റൊരിടത്ത് വില്ലന്മാർ, ലഹരിക്കടത്ത്, അങ്ങനെ വൈകാതെ സൈക്കോ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ബിൽഡപ്പ് പരിപാടികളൊക്കെ തുടങ്ങും. സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് എന്നത് എത്രത്തോളം വീക്കാണെന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സൈക്കോ എന്ന കഥാപാത്രത്തിന് ബിൽഡപ്പോട് ബിൽഡപ്പ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ പറയുന്നൊരു കാര്യമുണ്ട്: അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഊപ്പർ ദേക്കോ, നീച്ചേ ദേക്കോ, എവിടെ നോക്കിയാലും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വില്ലന്മാർ വാശിക്കാണ് സൈക്കോക്കുള്ള ബിൽഡപ്പ് നൽകുന്നത്. അങ്ങനെ ഇത് കണ്ട് പ്രേക്ഷകന് തന്നെ തോന്നും, ഒന്ന് വന്നിട്ട് പോകൂ ചേട്ടാ എന്നുള്ളത്. ഇതാരായിരിക്കും ഈ കഥാപാത്രം എന്നുള്ളത് ആദ്യത്തെ ബിൽഡപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ക്ഷമിച്ചു നിന്ന് ദാ വരുന്നു സൈക്കോ, സൈന്ധവ് കൊനേരു. അതിൻ്റെ ചുരുക്കമാണ് ഈ പറഞ്ഞ സൈക്കോ. അല്ലാതെ സൈക്കോ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സൈക്കോ അല്ല. എന്തൊക്കെ ട്വിസ്റ്റുകളാണല്ലേ. അത്രയും പറഞ്ഞ് നമുക്ക് ആളെ മനസ്സിലായി. കുറേ കഴിഞ്ഞ് ആ കഥാപാത്രത്തെ ഒരു ഇൻട്രോ കൊടുക്കുകയാണെങ്കിൽ അത്രയും പവർഫുൾ ആകണം, അല്ലെങ്കിൽ പാളിപ്പോകുമെന്ന് ഉറപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഇൻട്രോ. പിന്നെ എങ്ങനെയായിരിക്കാം, എങ്ങോട്ടായിരിക്കാം എന്നതൊക്കെ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന അവസ്ഥ കൂടെ. നമ്മൾ ഇതുവരെ കാണാത്ത കഥയോ സംഭവങ്ങളോ ഒന്നുമല്ല പറയുന്നത്. തോക്കും ആയുധങ്ങളുമൊക്കെ നോക്കിയാൽ ഈ അടുത്ത കാലത്ത് സിനിമയിൽ കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ബിഗ് ബഡ്ജറ്റ് ആക്കിയിട്ടുമുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ചയായിട്ട് മാറുന്നുമില്ല. വെങ്കടേഷ് സ്ഥിരം ഭാവത്തിൽ കഥാപാത്രം ഡെപ്തില്ലാതെ പോകുന്നിടത്ത് പ്രകടനം കൊണ്ട് മാത്രം എത്രത്തോളം മുന്നേറാൻ പറ്റുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. നവാസുദ്ദീൻ്റെയൊക്കെ ഒരു ഗംഭീര പ്രകടനം കാണാം എന്നൊക്കെ കരുതിയെങ്കിലും മുൻപേ കണ്ടതിൻ്റെയൊക്കെ ആവർത്തനം മാത്രമാണ് എന്നിവിടെ പറയേണ്ടി വരും. പിന്നെ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് പറയാനുണ്ട് എന്ന് പറഞ്ഞാണോ നവാസുദ്ദീനെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് എന്ന് വരെ തോന്നിപ്പോകും. ഉറക്കത്തിൽ പറയുന്നത് വരെ കാണിച്ചാൽ അത് ഉറപ്പിക്കാമായിരുന്നു എന്ന് മാത്രം. നായികമാർ പേരിന് മാത്രമാണ്. മറ്റൊരു സ്പേസിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന അച്ഛൻ മകൾ ബന്ധമൊക്കെ ഉണ്ടെങ്കിലും അതും പാതി വെന്ത അവസ്ഥയാണ്. ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 17 കോടിയും സംഭവങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ശരിക്കും 17 കോടി വിലയുള്ള മരുന്ന് തന്നെ ഉണ്ടാക്കി കാണുമോ എന്നുള്ളതൊക്കെ. ക്ലൈമാക്സ് ആയപ്പോൾ ആ സംശയം കൂടെ ഒന്ന് മാറിക്കിട്ടി. എന്തൊക്കെയോ ചെയ്യാനുള്ള ശ്രമമുണ്ടായിരുന്നു. CID മൂസ മുതൽ വിക്രം വരെ പല സിനിമകളെയും ഓർമ്മിപ്പിച്ചു എന്നത് വേണമെങ്കിൽ ഒരു പോസിറ്റീവായി പരിഗണിക്കാമെന്ന് മാത്രം. തീർത്തും നിരാശപ്പെടുത്തിയ ഒരു സിനിമ. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.